മഹായുദ്ധത്തിൽ ചർച്ച ഇപ്പോൾ എത്തി നിൽക്കുന്നത് BJP-യെ എതിരിടുന്നതിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരു മുന്നണികളും ഏതളവിലാണ് അവരുടെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയത്, അതിലേതാണ് ജനങ്ങൾ സ്വീകരിച്ചത്, അതിലെ തർക്കമാണ് ഇപ്പോൾ വളരെ അക്കാദമികമായി നടക്കുന്നത്. ശ്രീമതി TN സീമ, ഇതിനകത്ത് ഈ ബീഫിനെയൊക്കെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞല്ലോ. വാസ്തവത്തിൽ ഈ ബീഫ് എന്ന് പറയുന്നത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഇതൊരു ഉദാഹരണം മാത്രം, അല്ലെങ്കിൽ കയ്യേറ്റത്തിൻ്റെ ഒരു രീതി മാത്രമാണ്. ബീഫ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന്മേലുള്ള കയ്യേറ്റമാണെങ്കിൽ ഇപ്പോൾ കേരള ഹൗസിൽ നടന്നത് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന്മേലുള്ള കയ്യേറ്റമാണ്, സംസ്കാരത്തിന്മേലുള്ള കയ്യേറ്റമാണ്. അത്തരത്തിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ ഗൗരവത്തെ ഉടനെ കാണണമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വർഗീയത മാത്രമല്ല, വാസ്തവത്തിൽ ഈ വർഗീയത വളർത്തുന്ന ഈ സംഘപരിവാർ ശക്തികളോ അല്ലെങ്കിൽ BJP-യുടെ തന്നെ ആളുകൾ ഈ പ്രചരണം നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടി അവർ നടത്തിക്കൊണ്ടു പോകുന്ന സാമ്പത്തിക നയങ്ങളുണ്ട്. ഇപ്പോൾ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ വന്നിട്ടുള്ള കാരണം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളുടെ സാമൂഹ്യക്ഷേമ ആനുകൂല്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. CGHS പെൻഷൻ പറ്റിയ ആളുകൾക്കുള്ളൊരു മെഡിക്കൽ പദ്ധതിയാണ്. ആ CGHS-ന്റെ പണം വലിയ തോതിൽ വെട്ടിക്കുറച്ച് അടുത്തൊരു 3 മാസത്തേക്ക് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പെൻഷൻ പറ്റുന്ന അല്ലെങ്കിൽ പെൻഷൻ ആയിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ സൗകര്യം കിട്ടില്ല. ഒരൊറ്റ ഉദാഹരണമാണ്. എല്ലാത്തിൻ്റെയും ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇതൊന്നും വാസ്തവത്തിൽ BJP ഇപ്പോൾ സൗകര്യത്തിലാണ്. കാരണം എല്ലാവരും ഈ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് പിന്നെ UPA തുടങ്ങി നടത്തിക്കൊണ്ട് വന്ന ആ സാമ്പത്തികങ്ങൾ വളരെ ഭംഗിയായിട്ട് അവർ നടത്തുന്നു. ഒരു പക്ഷേ നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഈ പറഞ്ഞ കാര്യത്തിൽ. കേരള ഹൗസിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അവിടെ ഒരു യോഗം ഉണ്ടായിരുന്നതുകൊണ്ട് എത്തി എന്നൊക്കെയാണല്ലോ പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷെ അതായിരിക്കാം അവരതിനൊരു മീഡിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാകാം, അത് മീഡിയ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതുവഴി പിന്നീട് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന അതിന് പുറത്തുണ്ടായ ചർച്ച എന്താണ്? അധികാരത്തിന് മേലുള്ള കൈകടത്തൽ, സംസ്ഥാനത്തിന്റെ അധികാരത്തിനെ കൈകടത്തിയിരിക്കുന്നു മോദി സർക്കാർ, BJP ഇടപെടുന്നു. ഈ ചർച്ച കൊണ്ടുവരാൻ പറ്റി. ആ ചർച്ചയ്ക്ക് വേണ്ട സ്പേസ് ഉണ്ടാക്കുന്നതിൽ നിങ്ങളുടെ പ്രചരണത്തിൽ പറ്റി കേരള ഹൗസ് അല്ലാത്ത പ്രശ്നം. കേരള ഹൗസ് ഒരു ഇൻസിഡൻ്റ് ആണ്, മറ്റതൊരു പോളിസിയാണ്. ബീഫ് എന്നുള്ള വിഷയത്തെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ആയുധമാക്കുക എന്നതാണ് പ്രശ്നം. അല്ലാതെ അവിടെ പോത്തിറച്ചി വിട്ടോ നമ്മൾ കഴിച്ചോ എന്നുള്ളതല്ല. ഗോവധത്തെ ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ആയുധമാക്കുക എന്നതാണ് വിഷയം. അപ്പോൾ ആ രീതിയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ശക്തികളെ വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ് BJP-യുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ സോഷ്യൽ പൊളിറ്റിക്കൽ പ്രോസസ്സ്. ഈ പശുവിനെ മറ്റേ ദൈവമായിട്ട് പൂജിക്കുന്ന BJP-ക്ക് അനുകൂലമായിട്ടല്ലേ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിച്ചപ്പോൾ ചെയ്തത്? അല്ല പറഞ്ഞോട്ടെ, പദ്ധതിയാണെന്ന് എന്ത് അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞോട്ടെ? ഒരു മിനിറ്റ്, അങ്ങനെയല്ല. ഞാനിപ്പോ ഗോവധം നിരോധിച്ചത് കോൺഗ്രസിന്റെ കാലത്താണ്. അതെ, പറയട്ടെ, എന്താണ് ഗോവധ നിരോധന ഹിസ്റ്ററി? ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അല്ലല്ല, പെട്ടെന്ന് പോവാം, ഒരു മിനിറ്റേ വേണ്ടൂ. ഇത് ഇന്ത്യയിലെ വൻതോതിൽ ഈ സ്റ്റോക്ക് ഡിപ്ലീഷൻ എന്ന് പറയും. ഇത് പശുക്കളെല്ലാം കൊന്നൊടുക്കപ്പെട്ടു, കുറേ ചത്തുപോയി. അതിനിടയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നത് നമ്മുടെ നല്ല സ്റ്റോക്കുകളെല്ലാം പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള സിന്ധി, അതുപോലെ തന്നെ കുറേ നല്ല നല്ല സ്റ്റോക്ക് മുറ ഒക്കെ ആ ഭാഗത്തേക്ക് പോയി. അങ്ങനെ വന്ന് ഈ ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ വൻതോതിൽ ഇന്ത്യ നിന്ന് ബീഫ് കയറ്റുമതി ചെയ്തു. മനസ്സിലായോ? ഇന്ത്യയിൽ ഇപ്പോഴും ബീഫ് കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. അങ്ങനെ ഇന്ത്യയുടെ സ്റ്റോക്ക് അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും നല്ല നമ്മുടെ പശുക്കളെ മുഴുവൻ കൊന്നിട്ട് നില മുഴുവൻ കാളയെ കിട്ടാനില്ല, പാലിന് പശുവില്ല എന്നൊരു സ്ഥിതി വന്നപ്പോൾ ഈ പശുക്കളുടെ ഇത് കൂട്ടണം എന്ന ഒരു ട്രെൻഡ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ശ്രീമൻ നാരായൺ എന്ന് പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ മെമ്പറായിരുന്നു ശ്രീമൻ നാരായൺ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെച്ചു. ഗോവർദ്ധൻ കൗൺസിൽ എന്നൊരു കൗൺസിലുണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്ക് ഡിപ്ലീറ്റ് ചെയ്യാൻ പാടില്ല, 10 വയസ്സായതിനു ശേഷമേ മിനിമം കൊല്ലാൻ പാടുള്ളൂ. അതായത് മതപരമായൊരു പ്രശ്നമല്ല. ആ ശ്രീമൻ നാരായൺ കമ്മീഷൻ്റെ റിപ്പോർട്ട് വായിച്ച ആളാണ് ഞാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അന്ന് ഗോൾവാൾക്കറും കൂട്ടരും ഒക്കെ ഗോവധം എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. ആ കമ്മിറ്റിയിൽ നമ്മുടെ കുര്യൻ ഉണ്ടായിരുന്നു, നമ്മുടെ അമുൽ കുര്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ അന്ന് കോൺഗ്രസിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് വിഭജനം നടന്ന സമയത്ത് പശുക്കളെ ഉണ്ടാക്കുക, ഗോവർദ്ധനം എന്നുള്ളത് വേറൊരു സങ്കല്പമാണെങ്കിൽ പശുക്കളെ ഉണ്ടാക്കുക, സ്റ്റോക്ക് കൂട്ടുക എന്നുള്ളത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞോട്ടെ, അതിന്റെ അടിസ്ഥാനം ഇത് വെറുതെ ഇതാണ് നിങ്ങൾ ട്രിവിയലൈസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ പശുക്കളെ കൊല്ലുന്നുള്ള നിയന്ത്രണം
അല്ല വെറുതെ ഒരു ദിവസം ആൾക്ക് ഭരണഘടന എഴുതി വയ്ക്കാൻ പറ്റുമോ? ആർട്ടിക്കിൾ 48 വെറുതെ എഴുതാൻ ഇല്ലല്ലോ. മിൽച്ചിങ് ആനിമൽസ്, പാല് കിട്ടുന്ന ജന്തുക്കളെന്നാണ്. പക്ഷെ അതിനെ വർഗീയവൽക്കരിക്കുകയാണ്. അതിനെ വർഗീയവൽക്കരിച്ചിട്ട് പോത്തിനെ കൊല്ലാം, പശുവിനെ കൊല്ലാൻ പാടില്ല, അങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായി KN രാജ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. ഗോവധം ഇല്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബീഫ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പശുക്കളുടെ എണ്ണം കുറഞ്ഞു വരിക. എന്താ കാരണം? ആരും പശുക്കളെ വളർത്താൻ തയ്യാറാവുന്നില്ല. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോളണം. അതുകൊണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പശുവിനെ വളർത്തിയാൽ ഈ കാളക്കുട്ടി ഉണ്ടാവും. ഈ കാളക്കുട്ടി ആരും വാങ്ങിക്കും? ആരും വാങ്ങിക്കാനില്ല. ഈ പശു വയസ്സായ പശുവിനെ എന്ത് ചെയ്യും? ആരും നോക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ധാരാളമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, ധാരാളമായ രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ BJP അദ്ദേഹം പറഞ്ഞു BJP ഒക്കെ ഉണ്ടാകുന്നേക്കാളും മുമ്പ് തന്നെ ഈ പശുക്കളെ അധികം കൊല്ലരുത്, ഒരു നിയന്ത്രണം വേണമെന്ന് ധാരണ കാർഷിക രാജ്യമായ ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പോയിന്റ് അതിനെ കമ്മ്യൂണലൈസ് ചെയ്യുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയോ തടയാതിരിക്കുകയോ അല്ല. ഞാൻ അത് കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറയാൻ കാരണം ഇപ്പോൾ ശ്രീ CP ജോൺ പറഞ്ഞ ഈ കാര്യം, ഈ വസ്തുതകൾ സെമിനാറുകളായും വർഗീയതയ്ക്കെതിരായുള്ള പ്രചരണമായും അവതരിപ്പിക്കപ്പെടേണ്ടടുത്ത് ഇടതുപക്ഷം നടത്തുന്ന സെമിനാറിൽ അതിഥിയായി ശ്രീ CP ജോണിനെ വിളിക്കാനേ പറ്റുള്ളൂ. സെമിനാർ നടത്തുന്നില്ല. അല്ല, വിളിക്കാൻ പറയാം. ഒറ്റ ചോദ്യം ഞാൻ CP ജോണിനോട് ചോദിച്ചോട്ടെ. ശരിയാണ്, ഇവര് ഇതിനെ വർഗീയവൽക്കരിക്കുന്നു, പശു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വർഗീയവൽക്കരിക്കുന്നു. അങ്ങനെ വർഗീയവൽക്കരിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ബീഫ് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കൈയ്യട്ടി നിൽക്കുകയാണോ വേണ്ടത്? അതോ എന്താണ് ഇതിന്റെ സാമ്പത്തിക വശത്തെ അല്ല കാണുന്നത്, ബീഫിന്റെയോ അല്ലെങ്കിൽ പശുവിന്റെയോ സാമ്പത്തിക വശത്തെ അല്ല കാണുന്നത്, ഇതിനെ വർഗീയവൽക്കരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തുകയാണോ വേണ്ടത്? നിങ്ങൾ മാറി നിന്നുകൊണ്ട് ആർക്കാ ഗുണം ഉണ്ടാവുന്നത്? CP ജോൺ പറഞ്ഞു ട്രിവിലൈസ് ചെയ്യല്ല. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു വാചകം വളരെ ചെറുതായിട്ടാണെങ്കിൽ കൂടി അതിനെതിരെ ക്യാമ്പയിൻ ചെയ്യണം. നടക്കുന്നത് ആ ക്യാമ്പയിൻ ലീഡർഷിപ്പിലേക്ക് ഓൾ ഇന്ത്യ ലീഡേഴ്സ്, കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ ലീഡേഴ്സ് അവിടെ മാത്രമേ CP ജോണോട് PNC എതിർക്കുള്ളൂ. അല്ലല്ല, ഞാൻ എതിർക്കല്ല. ഞാൻ BJP-യുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ അവിഹിത ബന്ധം ഈ വാദമുഖത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അത് കൃത്യമായും CP ജോൺ പറയാതിരുന്നു. എങ്ങനെയാണ് ഗാന്ധിക്ക് തന്നെ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്ന നിലപാടെന്താ? ഗാന്ധി ഗോമാതാവൊന്നും കണ്ടിട്ടില്ല. ഗോവധ നിരോധനത്തിനും അദ്ദേഹം എതിരായിരുന്നു. പ്രശ്നം എന്താണ്? BJP-യുമായി ഉണ്ടാക്കേണ്ട കോൺഗ്രസിന്റെ പഴയ കാലഘട്ടത്തിലെ ഒരു സമന്വയ ഭാവമുണ്ടല്ലോ, ആ സമന്വയ ഭാവമാണ് ഇപ്പോൾ ഈ ആർഗ്യുമെന്റിനിടയ്ക്ക് CP ജോൺ മറച്ചു വെച്ചത് പറഞ്ഞു പറയാം. വാസ്തവത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ഗ്രാമീണ തലത്തിലുള്ള മുന്നേറ്റങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ പറയാനുള്ള ഒരു ആയുധം കൂടിയായിരുന്നു പശു. മനസ്സിലായിക്കൊള്ളണം. ഇവർ ഈ പശുക്കളെ മുഴുവൻ കൊല്ലുകയാണ്, നമുക്കിനി ഇത് ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ കുറച്ച് റിലിജൻ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് ഗാന്ധി ഗോവത്തിനെതിരായിരുന്നു, വിഷയമൊന്നും വേണ്ട, വിനോബാവെ എതിരായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതിൽ അതാ ഞാൻ പറഞ്ഞത്, കൺസർവേറ്റീവ്സും ഉണ്ട്, റൈറ്റ് വിങ്ങും ഉണ്ട്. ഒരു മിനിറ്റ്, ദാറ്റ്സ് മൈ പോയിന്റ്. അതായത് ഞാൻ എഴുതിയ ആർട്ടിക്കിളിലുണ്ട്, കൺസർവേറ്റീവ്സ് ഇന്ത്യയിൽ പലപ്പോഴും വളരെ പോസിറ്റീവ് പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. അവർ റിലീജിയസ് ആയിരുന്നു, കൺസർവേറ്റീവ് ആയിരുന്നു. ഇത്തരത്തിലുള്ള നമുക്ക് പലർക്കും യോജിക്കാൻ പറ്റാത്ത ചില മുൻപും ശേഷവും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊറാർജി ദേശായി കൺസർവേറ്റീവ് അല്ലേ, ഡെമോക്രസിക്ക് വേണ്ടി 57 ഗവൺമെൻറ് പിരിച്ചുവിടണ്ട എന്ന കമ്മിറ്റി പറഞ്ഞ് മൂപ്പരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൺസർവേറ്റീവ്സ് ഉണ്ടായിരുന്നു. ആ കൺസർവേറ്റീവ്സ് ഡെമോക്രാറ്റിക് കൺസർവേറ്റീവ്സ് എന്നാണ് ഞാനവരെ വിളിക്കുന്നത്, ഗോഖലെ മുതൽ ഇങ്ങോട്ട്, സർ സി ശങ്കരൻ നായർ, അതുപോലെ തന്നെ ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം കൺസർവേറ്റീവ്സ് അല്ല, ഇത് കൺസർവേറ്റീവ്സ് അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെയുള്ളത് കമ്മ്യൂണലിസ്റ്റുകളും അല്ല, ഫാസിസ്റ്റുകളാണ്. അപ്പൊ ഫാസിസ്റ്റുകൾ പദങ്ങളാണ്. നേരത്തെ ഡെക്കോർ എന്ന് പറഞ്ഞ പോലെ ഡെമോക്രാറ്റിക് കൺസർവേറ്റീവ്സ്, അൺഡെമോക്രാറ്റിക് ലിബറൽസ് എന്നൊക്കെ നമുക്ക് പറയാവുന്നത്. അതാരായിരിക്കും? ശ്രീ വാസുരേന്ദ്ര ബാബു പറഞ്ഞ അഭിപ്രായത്തെ നിരാകരിച്ചുകൊണ്ടും ഡോക്ടർ TN സീമ പറഞ്ഞതിനെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ദർ ഇസ് സംതിങ് മച്ച് ഗ്രേറ്റർ ദാൻ മീറ്റ്സ് ഐ. എന്താ അറിയുമോ, ഇതിപ്പോൾ ഒരു ബീഫ് എന്നുള്ളൊരു ഒരു പ്രതീകമായിട്ട് വെച്ചുകൊണ്ട് ഇതൊരു ഗ്രേറ്റർ അജണ്ട ഈ സംഘപരിവാറിനുണ്ട്. നരേന്ദ്രമോദി ഇതിനകത്ത് മൗനം പാലിക്കുന്നതിൻ്റെ ഭയങ്കര അർത്ഥഗർഭമായ മൗനമാണത്. അതിലൊന്നും ഇദ്ദേഹം ഇടപെടുന്നില്ല. ഈ സംഘപരിവാറിൻ്റെ ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി വെട്ടിയിട്ട് കൊടുത്തതാണ് പശുവിനെ. ഞാൻ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇപ്പം ഈ ഗോമാംസത്തിന്റെ ഇഷ്യൂ പോലും ഒരു ടെസ്റ്റ് ഡോസ് ആണ്, സംഘപരിവാർ കൊടുത്ത ടെസ്റ്റ് ഡോസ് ആണ്. ഒരു പശുവിനെ വെട്ടിയിട്ട് കൊടുത്തു, അത് തിന്നുന്നവനാര്, കണ്ടം ചെയ്യുന്നവനാരെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത വെട്ട് നടത്താൻ.
ഇത് സംഘപരിവാറിന്റെ ഒരു ഭീകരമായ ഒരു മിനിറ്റ് ഞാൻ തീർന്നില്ല. ഇതിനൊക്കെ പറയണം. നിങ്ങൾ സാർ, ഇതുപോലെ ഒരു മിനിറ്റ്. തുടരുകയാണെങ്കിൽ എന്തായാലും ശ്രീ അജിത് കുമാർ ഇത് നേരെ നമ്മുടെ അജിത് കുമാറിന്റെ പാർട്ടി ഇത് അല്ലല്ല, തിരുവനന്തപുരം അല്ലല്ല. കോർപ്പറേഷനിൽ എല്ലായിടത്തും പറഞ്ഞിരുന്നുവെങ്കിൽ കോർപ്പറേഷനിലൊന്നും നിങ്ങൾക്ക് ഈ ഇവിടെ 32 കോർപ്പറേഷൻ സീറ്റ് സ്ലോട്ടർ ഹൗസ് പോലും കിട്ടില്ലായിരുന്നു. നടക്കുന്നില്ല. നിങ്ങൾ ഇനി അടുത്ത തവണ കോർപ്പറേഷൻ 32 സ്ലോട്ടർ ഹൗസ് ആക്കാൻ പോലെ നിങ്ങൾക്ക് എഴുതിയ പടച്ചു പറ്റുമോ? പൂട്ടി. ഇത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ പറഞ്ഞു തീർന്നില്ല. അല്ല ശ്രീ കുഞ്ഞുകണ്ണൻ, എനിക്ക് അങ്ങനെ എനിക്ക് 2 മിനിറ്റ് തരുമോ പ്ലീസ്? ഞാൻ അങ്ങനെ എനിക്ക് വഴങ്ങുമോ 2 മിനിറ്റ്? അപ്പോൾ ഇറ്റ്സ് പാർട്ട് ഓഫ് എ ഗ്രേറ്റർ അജണ്ട. അത് നമ്മൾ അത് കാണാതെ പോകരുത്. ഇതിപ്പോ ഒരു കേരള ഹൗസിന്റെ അടുക്കള കയറി ഫ്രിഡ്ജിനകത്തുള്ള ബീഫ് എടുത്തോ ഇല്ലെന്നുള്ളതല്ല. ശക്തിയേട്ടാ ഞാൻ വഴങ്ങുന്നില്ല. എതിർപ്പ് എന്ന് പറയുന്നത് ഇത് ഇപ്പൊ 1.5 കൊല്ലം ആയുള്ളൂ. ഇനി 3.5 കൊല്ലം ബാക്കി കിടക്കുകയാണ്. 5 കൊല്ലം കൊണ്ട് അവർ നടപ്പാക്കേണ്ട അജണ്ട പൂർത്തീകരിക്കാനുള്ളതിന്റെ ഒരു വൈഡർ ഗെയിമാണ് ഈ സാധനം. ആ ഗെയിമിനെ നേരിടാൻ പോകുന്ന ആളുകളാണോ? ആ ഗെയിമിൽ പങ്കെടുക്കുന്ന ആളുകളാണോ? ആ ഗെയിമിൽ പങ്കെടുക്കുന്ന ആളുകളാണോ ഇങ്ങനെ നിരുത്തരവാദമായി സ്ഥാനാർത്ഥി നിർണയമൊക്കെ മോശമായിട്ട് കരുതുന്നത്? ബംഗാളിലുണ്ടോ? പ്രശ്നം എന്താണ്? ഞങ്ങളുള്ളിടത്തുണ്ട്. കോൺഗ്രസ് വിളിച്ചു കൂട്ടിയ സെമിനാറിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ആരും നമ്മുടെ ഇർഫാൻ ഹബീബ് മിനിഞ്ഞാന്ന് പങ്കെടുത്തു, ജവഹർലാൽ നെഹ്റുവിൻ്റെ. എൻ്റെ പോയിന്റ് അതാണ്. എൻ്റെ ആർഗ്യുമെൻറ്റ് ടോട്ടലി ഡിഫറെൻറ്റ്. എൻ്റെ പോയിന്റ് കോൺഗ്രസ് അടക്കമുള്ള മതേതര ശക്തികളും ഇടതുപക്ഷ കക്ഷികളും തമ്മിൽ ഇലക്ഷന് പഞ്ചായത്തിലൊക്കെ മത്സരിക്കാം. പക്ഷേ ഇത് ഓൾ ഇന്ത്യ പാറ്റേണിൽ നിങ്ങളുടെ മനസ്സിലുള്ള കോൺഗ്രസ് വിരോധം ഇതിനെതിരായിട്ടുള്ള ജോയിന്റ് ക്യാമ്പയിനിന് തടസ്സമാവരുത്. വളരെ ശരിയാണ് പോയിന്റ്. ഡോക്ടർ ടി.എൻ. സീമ ഒരുപക്ഷെ കോൺഗ്രസുമായിട്ട് ചില ഘട്ടങ്ങളിലൊക്കെ സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട്. മുൻപ് കോൺഗ്രസിന്റെ സർക്കാരുകളെ നിങ്ങൾ പുറത്തു നിന്ന് പിന്തുണച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരെ കൂടുതൽ സഹായിക്കേണ്ടി വരും വലിയ വർഗീയ ശക്തികളെ എതിർക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിലൊക്കെ ആ ഒരു ഒന്നിപ്പിന്റെ ഭാഗം കണ്ടുകൊണ്ട് ഒരുമിച്ച് അവരോടൊപ്പം ചേർന്ന് അവരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാൻ എന്താണ് തടസ്സം? ഇല്ല, 2004 UPA സർക്കാരിനെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന സമയത്ത് കൃത്യമായ കാഴ്ചപ്പാട് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം BJP പോലുള്ളൊരു വർഗീയ പാർട്ടി, അതിന്റെ സഖ്യം അധികാരത്തിൽ വരാൻ പാടില്ല. പക്ഷേ കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങൾ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ജനതയുടെയും താല്പര്യങ്ങളെ പരിഗണിക്കാതെയുള്ളതാണ്. കുത്തകാധിപത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ എതിർപ്പെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഈ ബീഫ് മാത്രമല്ല, ഇതിനു മുമ്പ് അവർ കൈകാര്യം ചെയ്തത് ലവ് ജിഹാദാണ്. ലവ് ജിഹാദിന്റെ കാലത്ത് പലരും വിചാരിച്ചു അത് കുറെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യം, മുസ്ലിം ചെറുപ്പക്കാര് ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നു, ഘർവാപ്പസി. ഞാൻ പറയുന്നത് ഇത് പല ഘട്ടങ്ങളിൽ, ഒരു ടെസ്റ്റ് ഡോസ് മാത്രമല്ല, പല ഘട്ടങ്ങളിലും പല കാര്യങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു. ബീഫ് വന്നപ്പോൾ കുറച്ചുകൂടി വ്യാപകമായി. കാരണം അത് നോർത്ത് ഈസ്റ്റിലുള്ള ഇപ്പോൾ ആഭ്യന്തര സഹമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ബീഫ് കഴിക്കും. അദ്ദേഹം BJP ആണ്, റിജു. അദ്ദേഹം പറഞ്ഞു ഞാൻ ബീഫ് കഴിക്കും. ആരാണ് ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? അപ്പോൾ ഇതിനകത്ത് തന്നെ ശ്രീ കുഞ്ഞിക്കണ്ണൻ, അല്ലല്ല, ഞാൻ ഇത് തമാശയായിട്ടല്ല, കേരളത്തിന്റെ കാര്യം കൂടെ നമ്മൾ പറയണമല്ലോ. ഇവിടെ ബീഫ് കഴിക്കുന്ന ഒരു വിഷയം തന്നെയായി തെരഞ്ഞെടുപ്പിൽ എന്തായാലും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടെ നിങ്ങളുടെ നേതാക്കൾ ഉള്ളി കഴിക്കുന്നതും ചിത്രങ്ങളായിട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്താ ചോദിച്ചാൽ മറുപടി പറയാൻ സമയം ഇതിന് പൂർണ്ണമായും ഉത്തരം ഞാൻ ചോദിക്കുകയാണ് ശ്രീ കുഞ്ഞിക്കണ്ണനോട്. അതായത് എന്താണ് നിങ്ങൾ ഇത്രയും ദിവസം ഈ ബീഫ് വിഷയത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനി മുന്നോട്ട് നിങ്ങൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ എന്താണ് പറയാൻ പോകുന്നത്? ഇതിലെങ്ങനെയാണ് ജനങ്ങളെ നിങ്ങൾ കൺവിൻസ് ചെയ്യിക്കുക? അല്ല, ബീഫ് വിഷയം മുറുകി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് അറിയാലോ, BJP RSS പ്രസ്ഥാനങ്ങളോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു ഈ ഗോവധ നിരോധനത്തിൻ്റെ ക്രെഡിറ്റ് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല, അത് കോൺഗ്രസിനുള്ളതാണ് എന്ന് പറഞ്ഞത് ദിഗ്വിജയ് സിംഗ് ആണ്. ഇനി CPM-ന് ഇങ്ങനെ ഗോവധ നിരോധനം എന്നുള്ളത് വല്ലാത്ത അസൗകര്യം ഉണ്ടാക്കുന്നതാണെങ്കിൽ 5 വർഷക്കാലം കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തിയ പ്രസ്ഥാനമാണ് CPM. അന്ന് ഈ വിഷയം അവരാരും ഉന്നയിച്ചിട്ടില്ല. ഇങ്ങനെ ആ സമയത്തെ ഉള്ള പ്രശ്നമാണ്. എന്ന് ആ സമയത്തെ CPM-കാർക്ക് ബീഫ് തിന്നാനുള്ള കാര്യമല്ല, ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിലാണ്. ബീഫ് കഴിക്കുന്ന ജനങ്ങളോട് ഗോവധം പശുവിറച്ചി കഴിക്കണമെന്ന് താല്പര്യമുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനമാണെങ്കിൽ നല്ല സൗകര്യം കിട്ടിയിരുന്നു. ആ സൗകര്യം കിട്ടിയ സമയത്ത് ആവശ്യപ്പെട്ടില്ല. ഇതിപ്പോ ബീഫിന് വേണ്ടി വാദിച്ചാൽ പേരിൽ 4 വോട്ട് കിട്ടുമെങ്കിൽ അത് സമ്പാദിക്കാനുള്ള വില കുറഞ്ഞ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അല്ലാതെ ബീഫിന് ഞാൻ ചോദിക്കട്ടെ, RSS വരുന്നതിന് മുമ്പേ, BJP വരുന്നതിന് മുമ്പേ ഗോവധം എന്നുള്ള ഒരു ആശയം ഇവിടെയുണ്ട്. ഗോവധ നിരോധനം എന്നുള്ളൊരു ആശയമുണ്ട്. അത് നടപ്പാക്കിയത് BJP അല്ല.
ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഗോവധത്തിനെതിരാണ്. അത് BJP കൊണ്ടുവന്നതല്ല, RSS കൊണ്ടുവന്നതല്ല. വിശ്വാസം അങ്ങ് ഒരു 5000 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ അത് കാണാൻ സാധിക്കും. ആ വിശ്വാസം ഗോവധത്തിന്റെ കാര്യമല്ല, ആ ഗോവധത്തിന്റെ പേരിൽ ആളുകളെ അടിച്ചു കൊന്ന കാര്യമാണ്. ഒരു മിനിറ്റ്, ആ വിശ്വാസത്തിന്റെ പേരിൽ ഇവിടെ ആരും ബീഫ് കഴിക്കരുത് എന്ന് ആരും പറഞ്ഞില്ല കേരളത്തിൽ. അത് ഇഷ്യൂ ആക്കിയത് BJP-ക്കാരല്ല, CPM-കാരും കോൺഗ്രസ്സുകാരും. ആളുകളെ അടിച്ചു കൊന്നപ്പോ ഇവിടെ ബീഫ് അടിച്ചു കൊല്ലലൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരു ഒറ്റ മിനിറ്റ്, അടിച്ചു കൊല്ലൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. തളിപ്പറമ്പിൽ അടിച്ചു കൊന്നില്ലേ ഒരു ഷെരീഫ് എന്ന് പറഞ്ഞ പയ്യനെ? എന്താ അല്ല, അടിച്ചു കൊല്ലലൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു സംസ്ഥാനങ്ങളിൽ കുറ്റങ്ങളാണ്. അതിനെ അംഗീകരിക്കുന്നില്ല. അതിനെ അതാത് സംസ്ഥാന സർക്കാരുകൾ നേരിടണം, അറസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇപ്പൊ ഗുൽബർഗിയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ഗുൽബർഗി സംസ്ഥാനം ഭരിക്കുന്ന BJP അല്ല, കോൺഗ്രസ്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? 2.5 മാസമായില്ലേ? കുഞ്ഞക്കണ്ണൻ, നമ്മളിപ്പോൾ ഇതിൽ വലിയ വാശി പിടിക്കണ്ട. ഇതിലെന്താ പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇത്തരത്തിൽ സമൂഹത്തിലാകെ വലിയ ഡിവിഷൻ ഉണ്ടാക്കുന്ന, ഞാൻ കമ്മ്യൂണലിന് അപ്പുറത്താണ് സോഷ്യൽ ഡിവിഷൻ എന്ന് പറയുന്നത്, ആ ഡിവിഷൻ ഉണ്ടാക്കുന്ന ഇഷ്യൂസ് വരുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി അത് കണ്ടുകൊണ്ട് നിൽക്കുക. അത് കണ്ടുകൊണ്ട് നിന്നാൽ മതിയോ?